ഈ രംഗങ്ങൾ ഇന്ത്യൻ ജനത മറക്കാനിടയില്ല. ചതിയിലൂടെ, കള്ളപ്രചരണത്തിലൂടെ, വ്യാജ തെളിവുകളിലൂടെ രാഹുൽ ഗാന്ധിയെ MP സ്ഥാനത്തു നിന്നും അയോഗ്യനാക്കി തൻ്റെ സ്വവസതിയിൽ നിന്നും പുറത്താക്കുന്ന വീഡിയോയാണിത്. ഇതിൽ അദ്ദേഹം തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരെ ആശ്രയിച്ച് ഷേഖ് ഹാൻഡ് കൊടുത്ത് സഹോദരി പ്രിയങ്കയ്ക്കൊപ്പം വീട് പൂട്ടി ഇറങ്ങുന്ന ദൃശ്യങ്ങളാണിത്. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അന്ന് കാലം കരുതി വെച്ചൊരു കാവ്യനീതിയുണ്ട്. അന്ന് ചതിയിലൂടെ, വഞ്ചനയിലൂടെ, വ്യാജ ആരോപണങ്ങളിലൂടെ, വ്യാജ തെളിവുകളിലൂടെയൊക്കെ അദ്ദേഹത്തെ പുറത്താക്കുമ്പോൾ അന്ന് ഇന്ത്യൻ ജനത മൊത്തത്തിൽ ഒന്നടങ്കം വലിയ സങ്കടത്തിലായിരുന്നു. കാരണം ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച രാഷ്ട്രീയ നേതാവ്, ഏറ്റവും മികച്ച ജനകീയ നേതാവ്, ഏറ്റവും നല്ല മനുഷ്യനായ ഒരാളെ വ്യാജ തെളിവുകൾ ഉണ്ടാക്കി പുറത്താക്കുമ്പോൾ അത് ഇന്ത്യൻ ജനത അത്രമാത്രം വിഷമത്തോടെയും സങ്കടത്തോടെയുമാണ് കണ്ടത്. അന്ന് പ്രതിപക്ഷ പാർട്ടികളെല്ലാം വലിയ പ്രതിഷേധമൊക്കെ ഉന്നയിച്ചതാണ്. എന്നാൽ അന്ന് ഇതേ ദൃശ്യങ്ങൾ എടുത്തു വെച്ച് വലിയ ആഘോഷമാക്കിയവരാണ് സംഘപരിവാർ ഹാൻഡിലുകൾ. അന്ന് ഇവരത്തെ ആഘോഷമാക്കുകയും വലിയ തരത്തിൽ കൊട്ടിഘോഷിച്ച് വലിയ ആഘോഷങ്ങളാക്കി മാറ്റുകയും പടക്കം വരെ പൊട്ടിക്കുകയും ചെയ്ത ആ സംഘപരിവാറിനൊപ്പം കൂടെ നിന്ന ഒരാൾ കൂടിയുണ്ട്. അന്ന് ഏറ്റവും അധികം രാഹുൽ ഗാന്ധിയെ അധിക്ഷേപം നടത്തിയതെല്ലാം സ്മൃതി ഇറാനി എന്ന അഹങ്കാരിയായിരുന്നു. അവർക്കെന്ന് കാലം കാത്തുവച്ച കാവ്യനീതി പോലെ അവർക്കുള്ള മറുപടി ഇന്നിതാ കിട്ടിയിരിക്കുന്നു. ഡൽഹിയിലെ തുഗ്ലക് റോഡിലെ 22-ാം നമ്പർ വസതിയിലാണ് 2014 മുതൽ സ്മൃതി ഇറാനി കഴിയുന്നത്. 2019 അവർ മന്ത്രിയാവുകയും വീണ്ടും അവർ അതേ വസതി തന്നെ താമസിക്കുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം അവർ വലിയ തരത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ വ്യാജ ആരോപണങ്ങൾ, അധിക്ഷേപങ്ങൾ, പപ്പുമോൻ എന്ന വിളി, അങ്ങനെ പലതുമായി മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ അവർ പലതവണ വാശി വെച്ച് വെല്ലുവിളിക്കുന്ന സാഹചര്യം ഉണ്ടായി. ധൈര്യമുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി എന്നോടൊപ്പം മത്സരിക്കൂ, ഞാൻ ആരാണെന്ന് കാണിച്ചു തരാമെന്ന്. എന്തിനാണ് പേടിച്ചൊളിക്കുന്നത്, ഓടി ഒളിക്കുന്നത് എന്നൊക്കെ. വയനാട് പോയി മത്സരിക്കാൻ നാണമില്ലേ? ധൈര്യമുണ്ടെങ്കിൽ അമേഠിയിൽ വന്ന് എനിക്കൊപ്പം മത്സരിക്കുമെന്ന് വലിയ തരത്തിൽ വീമ്പിളക്കിയതാണ് സ്മൃതി ഇറാനി. അന്ന് രാഹുൽ തീരുമാനമെടുത്തിരുന്നു, ഞാനിതാ എൻ്റെ സഹപ്രവർത്തകനെ നിങ്ങളോട് മത്സരിക്കാൻ വിട്ടയക്കുന്നു എന്ന്. അങ്ങനെ കിഷോർലാൽ ശർമ്മ എന്ന സാധാരണക്കാരനെ, കിഷോറിലാൽ ശർമ്മ എന്ന ഒരു സാധാരണ പ്രവർത്തകനെ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ സ്വന്തം അനുയായിയെ അവിടെ മത്സരിപ്പിക്കാനായി ഇറക്കുകയാണ്. അന്ന് കിഷോർലാൽ ശർമ്മയ്ക്കെതിരെയും വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങൾ, അധിക്ഷേപങ്ങളെല്ലാം സ്മൃതി ഇറാനി നടത്തുകയും വലിയ തരത്തിൽ പ്രസംഗിച്ച് വാചാലാവുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തു. എപ്പോഴും സ്മൃതി ഇറാനി പ്രസംഗിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. യാതൊരു ഫാക്റ്റും ഉണ്ടാവില്ല, സത്യസന്ധമായ ഒരു കാര്യം പോലും ഉണ്ടാകില്ല. പകരം എപ്പോഴും അവർ കുറെ പുകമറ സൃഷ്ടിച്ച് വ്യാജ ആരോപണങ്ങളിലൂടെയും വിവാദ പ്രസ്താവനകളിലൂടെയും മാത്രമായി മുന്നോട്ട് പോകുന്ന ഒരു നേതാവായിരുന്നു സ്മൃതി ഇറാനി. അങ്ങനെ അമിത്ഷാ എന്താണോ പറയുന്നത് അതിനും ഇരട്ടിയായി വ്യാജ ആരോപണങ്ങളും വർഗീയതകളും പറഞ്ഞ് മുന്നോട്ട് പൊക്കൊള്ളുന്ന സ്മൃതി ഇറാനി പലതവണ രാഹുൽ ഗാന്ധിയോട് വാശി വയ്ക്കുകയും രാഹുൽ ഗാന്ധി അധിക്ഷേപിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതും പപ്പുമോനെന്ന് ആവർത്തിച്ച് വിളിച്ചുകൊണ്ടിരുന്നത് സ്മൃതി ഇറാനിയായിരുന്നു. ആ സ്മൃതി ഇറാനി വലിയ രീതിയിൽ ഞാനേ ജയിക്കൂ, ഞാൻ മാത്രമേ ജയിക്കൂ എന്ന് പറഞ്ഞ് വീണ്ടും അമേഠിയിൽ മത്സരിക്കുകയും അവിടെ സ്വന്തമായി വീടൊക്കെ എടുത്ത് ഞാനിപ്പോൾ എല്ലാം കാണിച്ചു തരാം എന്ന് പറഞ്ഞൊക്കെയാണ് മത്സരിക്കാൻ പോകുന്നത്. അവിടെ കിഷോറിലാൽ ശർമ്മ വന്നപ്പോൾ എൻ്റെ വിജയം സുനിശ്ചിതമെന്നും എൻ്റെ വിജയം കുറെ കൂടി എളുപ്പമായെന്നും ഇനി എൻ്റെ ഭൂരിപക്ഷം എത്രയെന്ന് മാത്രം അറിഞ്ഞാൽ മതി എന്നുള്ള തരത്തിലായിരുന്നു സ്മൃതി ഇറാനിയുടെ സംസാരങ്ങളെല്ലാം ഉണ്ടായത്. അങ്ങനെ തെരഞ്ഞെടുപ്പ് വന്നു. തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെടുന്ന സാഹചര്യം സ്മൃതി ഇറാനിക്ക് ഉണ്ടാകുന്നു. ഒടുവിൽ പൊട്ടിക്കരഞ്ഞ് ചങ്ക് പിടഞ്ഞൊക്കെ ഇരിക്കുന്ന സ്മൃതി ഇറാനിയെ അന്ന് രാജ്യത്തുള്ളവരെല്ലാം കണ്ടതാണ്. അത്രമാത്രം നാണം കെട്ട് തോൽവിയായിരുന്നു സ്മൃതി ഇറാനിക്ക് ഉണ്ടാകുന്നത്. അങ്ങനെ കിഷോർലാൽ ശർമ്മ MP ആവുന്നു. MP ആകുമ്പോൾ പാർലമെന്റ് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. ആ സർട്ടിഫിക്കറ്റുമായി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കാണാൻ എത്തിയിട്ട് കിഷോർലാൽ ശർമ്മ കുടുംബസമേതം കാണാനെത്തി അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, അവർ എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്ന്. അതായത് സ്മൃതി ഇറാനി എന്നെ വില കുറച്ച് കണ്ടുവന്ന്. ഒരുപക്ഷെ കുറച്ചുകൂടി നേരത്തെ ആയിരുന്നെങ്കിൽ, കുറച്ചുകൂടി നേരത്തെയാണ് എൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായതെങ്കിൽ അവർ ഇത്ര വോട്ട് പോലും പിടിക്കില്ലായിരുന്നു എന്നാണ് കിഷോർലാൽ ശർമ്മ പറയുന്നത്. കാര്യം അത്രമാത്രം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത സ്മൃതി ഇറാനിയായിരുന്നു. അതേ സ്മൃതി ഇറാനിയെ രാഹുൽ ഗാന്ധി പാർലമെന്റ് മന്ദിരത്തിൽ നിന്നും ഇറങ്ങിപ്പോകുകയും തൻ്റെ സ്വവസതിയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് ആഘോഷമാക്കിയ സ്മൃതി ഇറാനി ഇന്നിതാ സ്വന്തം വസതിയിൽ നിന്നും, തൻ്റെ മന്ത്രിമന്ദിരത്തിൽ നിന്നും, MP വസതിയിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന കാഴ്ച രാജ്യമെമ്പാടുമുള്ള ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം 28ഓളം തോറ്റ മന്ത്രിമാരും MP-മാരും കൂടി ഇന്ന് വസതി ഒഴിയുകയും ചെയ്തു. ആദ്യമൊക്കെ അവർ വസതി ഒഴിയാതിരിക്കാൻ പലതവണ ശ്രമിച്ചെങ്കിലും ഒന്നും നടന്നില്ല എന്ന് മാത്രമല്ല ആരും മൈൻഡും ചെയ്തില്ല. തോറ്റതോടുകൂടി
സ്മൃതി ഇറാനി വിചാരിച്ചത് തന്നെ വീണ്ടും കേന്ദ്രമന്ത്രിയാക്കി വെക്കുമെന്നൊക്കെയായിരുന്നു. പക്ഷെ എന്നാൽ അതുണ്ടായില്ല എന്ന് മാത്രമല്ല, നിർമ്മല സീതാരാമനൊക്കെ വീണ്ടും മന്ത്രിസ്ഥാനം കൊടുത്തതല്ലേ, അപ്പോൾ എനിക്കും കിട്ടാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു അവർ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അതുണ്ടായില്ല എന്ന് മാത്രമല്ല, BJP അവരുമായി ബന്ധം പോലും നിർത്തിയ സാഹചര്യമാണുള്ളത്. അവരോട് ഇപ്പോൾ വലിയ ബന്ധമൊന്നുമില്ലെന്നും അതുമാത്രമല്ല BJPയുടെ പല പരിപാടികൾക്കും സ്മൃതി ഇറാനിയെ ക്ഷണിക്കാറില്ലെന്നുള്ള ആക്ഷേപങ്ങളും പുറത്തു വരുമ്പോൾ, കഴിഞ്ഞ തവണ സ്മൃതി ഇറാനി കൊണ്ടു നടന്നിരുന്ന ഭരണം അല്ലെങ്കിൽ അവർ ഉപയോഗിച്ചിരുന്നത് എല്ലാം ഇപ്പോഴത്തെ നിർത്തിക്കൊണ്ട് എല്ലാം പൂട്ടി താക്കോൽ വരെ വാങ്ങി അവരെ പടിയടച്ച് പിണ്ടം വെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ തവണ സ്മൃതി ഇറാനിയുടെ വകുപ്പ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് BJPയുടെ തന്നെ പിന്നോക്ക നേതാവായ അന്നപൂർണ ദേവിയാണ്. അവരാണ് ഇപ്പോൾ സ്മൃതി ഇറാനിയുടെ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അതോടുകൂടി സ്മൃതി ഇറാനിക്ക് ഒരു കാര്യം ഉറപ്പായി, തനിക്കിനി BJPയിൽ യാതൊരു സ്ഥാനവുമില്ലെന്നും താൻ ഇതുവരെ കാണിച്ച, താൻ ഇതുവരെ വിടുവായ്ത്തം അടിച്ച, താൻ ഇതുവരെ വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ടായി പറഞ്ഞുകൊണ്ട് നടന്ന എനിക്ക് തന്നെ അതെല്ലാം ഇതാ തിരിച്ചടിയായി മാറുന്നു. അന്ന് രാഹുൽ ഗാന്ധി പടിയിറങ്ങി പോകുമ്പോൾ കൈയടിച്ച് ആഘോഷിച്ച് ചിരിച്ചവർ, കൈകൊട്ടിയവർ, അവരെല്ലാം ഇതാ ഇന്ന് സ്മൃതി ഇറാനിയുടെ പോക്ക് കണ്ട് കണ്ണ് മഞ്ഞളിച്ചിരിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതേ സാഹചര്യത്തിലൂടെയാണ് ഇപ്പോഴിതാ സ്മൃതി ഇറാനി കടന്നു പോകുന്നത്. അന്ന് പക്ഷേ രാഹുൽ ഗാന്ധി ചിരിച്ചുകൊണ്ടാണ് ഇറങ്ങിയതെങ്കിൽ ഇന്നിപ്പോഴിതാ സ്മൃതി ഇറാനി കരഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങുന്ന കാഴ്ചയാണ് രാജ്യം കണ്ടത്.